Hello, welcome my friends. So today നമ്മുടെ ഓൺലൈൻ ബോട്ടണി ക്ലാസിന്റെ +2 ബോട്ടണിയുടെ സെക്കൻഡ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പോർഷൻസ് നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക്സ് എന്തൊക്കെയായിരുന്നു? ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും റീപ്രൊഡക്ഷന്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനെ കുറച്ച് കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എങ്ങനെയാണ് നമ്മുടെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിൽ എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ക്ലിയർഡ് വിത്ത് ദി ഓൾ കൺസെപ്റ്റ്സ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററും ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനും വളരെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ വിതൗട്ട് ടേക്കിംഗ് മോർ ടൈം, സമയം കൂടുതൽ എടുക്കാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷനിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അസെക്ഷൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻസ്. ഓക്കെ, സോ നൗ ഹിയർ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ കേസിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈസ്റ്റിന്റെ കേസിലാണെങ്കിൽ ബഡിംഗ് ആണ്. വെറാസ് ഇൻ കേസ് ഓഫ് അമീബ ആസ് വെൽ ആസ് പാരമീസിയത്തിന്റെ കേസിലാണെങ്കിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് ഇസ് ആക്ച്വലി ഏതാണ് ബൈനറി ഫിഷൻ വഴിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സം ഓഫ് ദി നമ്മുടെ ഫംഗസിന്റെ കേസിൽ സം ഓഫ് ദി കേസസ് ഓഫ് ഫംഗസ് എന്തിന്റെ കേസിലാണ് ചില ഫംഗസിന്റെ കേസിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സം മോട്ടൈൽ എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു കാര്യം അറിയാം. മോട്ടൈൽ സ്പോറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കും? ഫ്ലജല്ലേറ്റഡ് ആയിരിക്കും. മോട്ടൈൽ ആണെങ്കിൽ ആരാണ്? ഫ്ലജല്ലേറ്റഡ് ആണ്. സോ ദ മോട്ടൈൽ ഫ്ലജല്ലേറ്റഡ് zoospores. എന്താണ് മോട്ടൈൽ? മോട്ടൈൽ മീൻസ് ഫ്ലജല്ലേറ്റഡ് zoospores are actually one of the asexual reproduction structure present in case of ഏതിന്റെ ഫംഗസിന്റെ കേസിൽ zoospore. ഫ്ലജല്ലേറ്റഡ് ആണ്. എന്ത് ഫ്ലജല്ലേറ്റഡ് ആണ്? യൂഷ്വലി എന്താണ്? ബൈഫ്ലജല്ലേറ്റഡ് ആണ്. യൂഷ്വലി ദേ ആർ ബൈഫ്ലജല്ലേറ്റഡ് ആണ്. Usually are biflagellated. Can be see two flagellas will be there. So kind of spores will be producing having two flagella. Clear? Now when we discuss about it, our fungus in the case നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ട് the fungus known as penicillium എന്ന് പറയുന്ന ഫംഗസ് കഴിഞ്ഞ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഫാമിലിയിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫംഗസിന്റെ ഫൈക്കോമൈസീറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ആസ്കോമൈസീറ്റിലാണ് നമ്മൾ പെനിസിലിയത്തിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ആ പെനിസിലിയത്തിൽ കാണുന്ന സ്ട്രക്ചർ നമുക്കറിയാം. ആസ്കോമൈസീറ്റ്സിൽ കോമൺ ആയിട്ട് കാണുന്ന സ്ട്രക്ചർ ആയിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ, ദാറ്റ് ഈസ് കൊനീഡിയ. ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൊനീഡിയ. Now another one is bud formations. Buds ഏതിന്റെ കേസിലാണ്? ഹൈഡ്രില്ലയുടെ കേസിൽ. ബഡ് കാണുന്ന ഏതിന്റെ കേസിലാണ്? ഹൈഡ്രില്ലയുടെ കേസിൽ. See here ഹൈഡ്രില്ല. In case of the ഹൈഡ്രില്ലയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ബഡ് ഫോർമേഷൻ ആണ്. ബഡ് ഫോർമേഷൻ. അപ്പൊ ഒരു സപ്പോസ് ദിസ് ഇസ് എ ബോഡി ഓഫ് എ ഹൈഡ്രില്ല. ഒരു ഹൈഡ്രില്ലയുടെ ബോഡി എന്ന് കരുതിക്കാം. ഒരു ഹൈഡ്രില്ല ബോഡിയാണ്. സപ്പോസ് ദിസ് ഇസ് എ ഹൈഡ്രില്ല ബോഡി. ഓക്കെ, നൗ ഇൻ ദിസ് ബോഡി, ഈ പെർട്ടിക്കുലർ ബോഡിയിൽ എന്തെന്ന് വെച്ചാൽ ഒരു ബഡിന്റെ ഫോർമേഷൻസ് ഉണ്ടാവും. There will be a formation of a bud. What is this? This is a bud formation ഉണ്ടാവും. ഈ ബഡ് ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ നോർമൽ ആയിട്ട് ദിസ് ബഡ് വിൽ ഗെറ്റ് ഡിറ്റാച്ച് ഫ്രം ദ ബോഡി ഓഫ് ദിസ് ഹൈഡ്രില്ല. ഈ ഹൈഡ്രില്ലയുടെ ബോഡിയിൽ നിന്നിട്ട് ബഡിന്റെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും. എന്താ നടക്കുന്നത്? ഡിറ്റാച്ച്മെന്റ് നടക്കും. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇയാൾ എന്തായിട്ട് മാറും? ഇയാൾ ഒരു സിംഗുലർ ആയിട്ടുള്ള ബഡ് നേരെ വീടാണ്. ഇതിൽ നിന്ന് പുതിയൊരു എന്തുണ്ടായിരിക്കുമോ? പുതിയൊരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. There will be a development of a new individual from this bud. ഈ ബഡിൽ നിന്നിട്ട്. Clear? So ഇതിന്റെ കേസാണ് ഹൈഡ്രില്ലയുടെ കേസിൽ ഫോർമേഷൻ ഓഫ് buds will be detached from the body and developed into a new individual here. സിമിലർ ആയിട്ട് നമ്മൾ കൊനീഡിയയുടെ കേസ് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. കൊനീഡിയ എങ്ങനെ ഉണ്ടാകുന്നത്? Let us consider a case of a കൊനീഡിയ. അല്ലെ, കൊനീഡിയയുടെ കേസിലാണെങ്കിൽ സ്റ്റെറിഗ്മ മെറ്റൂല will be the ഇതാണ് സംഭവം. കൊനീഡിയയുടെ കേസിൽ കൊനീഡിയോ ഫോറിന്റെ മുകളിലായിട്ടാണ് കൊനീഡിയ കാണാറുള്ളത്. യെസ്, കൊനീഡിയ എക്സോജനസ്ലി പ്രൊഡ്യൂസിംഗ് സ്പോർ ആണ് കൊനീഡിയ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് കൊനീഡിയ. ഓൾറൈറ്റ്, ഓക്കെ. ഈ സ്പോറുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൊനീഡിയ. എന്താണ് വിളിക്കുന്നത്?
കൊനീഡിയ. കൊനീഡിയ ബിയർ ചെയ്തിരിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൊനീഡിയോഫോർ. 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 കൊനീഡിയ ബിയർ ചെയ്തിരിക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊനീഡിയോഫോർ. ഇവിടെ ഈ കൊനീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കൊനീഡിയ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ നോക്കുക, ഒരുപാട് ലെയർ ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടോ? ഒന്ന് ഞങ്ങൾ വരച്ചിട്ടുണ്ട്, അടുത്ത വേറൊരു ലെയർ ഇങ്ങനെ കണ്ടില്ലേ? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, സ്റ്റെറിഗ്മ. സ്റ്റെറിഗ്മ മെച്യൂല. സ്റ്റെറിഗ്മ മെച്യൂല. സ്റ്റെറിഗ്മ മെച്യൂല എന്ന് വിളിക്കും. എന്താണ്? സ്റ്റെറിഗ്മ മെച്യൂല. സോ ദിസ് ഇസ് ബേസിക്കലി കൊനീഡിയോഫോർ. കൊനീഡിയോഫോറിന്റെ മുകളിൽ ജസ്റ്റ് കൊനീഡിയ അറ്റാച്ച് ചെയ്ത് ജസ്റ്റ് ഒരു ലെയേഴ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിഗ്മ മെച്യൂല. ഇതിന്റെ മുകളിലാണ് കൊനീഡിയാസ് ഉള്ളത്. കൊനീഡിയാസ് ഫോർ. ഇവിടെ ഈ കൊനീഡിയാസ് നേരെ എന്ത് ചെയ്യും? നേരെ ഇവിടുന്ന് ബോഡിയിൽ നേരെ ഇങ്ങോട്ട് വീഴും, സോയിലേക്ക് വീഴും. എന്നിട്ട് എന്തായിട്ട് മാറും? പുതിയ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് ഇൻടു എ ന്യൂ ഇൻഡിവിജ്വൽ. സോ ദാറ്റ് ഈസ് എ കേസ്. ഫസ്റ്റ് ഫംഗസിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഫ്ലജലേറ്റഡ് ബൈ ഫ്ലജലേറ്റഡ് സൂസ്പോർസിന്റെ ഫോർമേഷൻ. അതർവൈസ് പെനിസിലിയം, പെനിസിലിയത്തിലുള്ള കൊനീഡിയ. ഹൈഡ്രില്ലയുടെ കേസിലാണെങ്കിൽ ബട്ട്. ഇനി ഒരാളും കൂടി ഉണ്ട്, ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ മോർ ഇസ് ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് sponges. In case of sponges, സ്പോഞ്ചസിന്റെ കേസിലാണെങ്കിൽ there is a structure which is known as gemmules. Gemmules എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിന്റെ ഫോർമേഷൻസ് ഉണ്ട്. ആരുടെ കേസിലാണെങ്കിൽ? സ്പോഞ്ചിന്റെ കേസിലാണെങ്കിൽ there will be a structure which is known as what? Gemmules എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ ഫോർമേഷൻ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ജെമ്യൂൾസിന്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം എക്സാമിനൊക്കെ പല തവണ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻട്രൻസ് ക്വസ്റ്റ്യൻസിൽ പോലും ചോദിക്കുന്നതാണ് ജെമ്യൂൾസിന്റെ കേസിൽ. ഇൻ കേസ് ഓഫ് സ്പോഞ്ചസ് ദ റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ ഇസ് ആക്ച്വലി നോൺ ആസ് ജെമ്യൂൾസ് എന്ന് പല തവണ എന്തായിട്ടുണ്ട് ചോദിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, സോ ഇതിനുള്ളിലായിട്ട് നോക്കിക്കോ, now you can see the gemmules here inside of this. Yes, this is that structure. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്നുള്ളത്? ഹൈഡ്രില്ല ഒന്ന് പറഞ്ഞു, ബൈഫ്ലജലേറ്റഡ് സൂസ്പോർസ്. ഹൈഡ്രില്ലയുടെ കേസിൽ ബഡ്, പെനിസിലിയം, കൊനീഡിയ ആൻഡ് സ്പോഞ്ചസിന്റെ കേസിൽ ജെമ്യൂൾസ് ആർ ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ പ്രസന്റ്. ഓക്കെ, ക്ലിയർ വിത്ത് ദി കൺസെപ്റ്റ്സ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വി വിൽ എന്റർ ഇൻടു ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ ഈസി ആണെന്ന് കരുതി ഒന്നും അങ്ങ് വിട്ടുപോകരുത്, കാരണം എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില ഏരിയാസ് ഒക്കെ കൺസെപ്റ്റിനേക്കാളും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും അല്ലെ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻസ്. ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന പ്ലാന്റ്സിന്റെ കേസിൽ വിളിക്കുന്ന ടേമാണ്. ഇനി ഏതാണോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ, ഏതാണോ അയാളെ നമ്മൾ വിളിക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. എന്താ വിളിക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ആ റീപ്രൊഡക്ഷന് പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറിനെ വിളിക്കും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. നമുക്കറിയാവുന്നത്, നമ്മൾ മുമ്പ് +1 ക്ലാസ്സിലൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻസ് നമുക്ക് ആരെ കുറിച്ച് അറിയേണ്ടത്? നമ്മൾ +1 ഇൻ ദ ചാപ്റ്റർ ഓഫ് ദാറ്റ് ഈസ് മോർഫോളജിയിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് അതിന് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം കേസാണ് റണ്ണർ. റണ്ണർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റണ്ണർ കാണുന്നതാണ് നമ്മുടെ ഓക്സാലിസിന്റെ കേസിൽ. ഓക്സാലിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സൈനോഡോൺ ഡാക്ടിലോൺ എന്ന് പറയുന്നത്. സൈനോഡോൺ ഡാക്ടിലോൺ, ഡൂഗ്രാസ് എന്ന് പറയും. സൈനോഡോൺ ഡാക്ടിലോൺ അല്ലെ? സൈനോഡോൺ ഡാക്ടിലോൺ. ഡാക്ടിലോൺ ഐ ഗസ് സ്പെല്ലിംഗ് ഈസ് ഐ. സൈനോഡോൺ ഡാക്ടിലോൺ എന്ന് പറയുന്നത്. സോ ബേസിക്കലി അതാണ് ഡൂഗ്രാസ്, അതായത് ഓക്സാലിസ് എക്സാമ്പിൾ ഫോർ റണ്ണറിന്റെ എക്സാമ്പിൾ ആണ്. റണ്ണറിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ശരിക്കും റണ്ണർ കാണുന്നത് എവിടെയാണ്? റണ്ണർ കാണുന്നത് ടെറസ്ട്രിയൽ പ്ലാന്റ്സിലാണ്, ടെറസ്ട്രിയൽ ആയിട്ടുള്ള പ്ലാന്റ്സിലാണ്. ആൻഡ് ദിസ് ഈസ് വി നോ ഏത് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണ്? സ്റ്റെം തന്നെയാണ്. റണ്ണർ എന്ന് പറയുന്നത് സ്റ്റെം തന്നെയാണ്, പക്ഷെ സ്റ്റെം സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആണ് അല്ലെ?
നമ്മൾ പഠിച്ചിട്ടുണ്ട് സബേരിയസ് സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആയിരുന്നു റണ്ണർ കാണുന്ന എർത്തിന്റെ സർഫസിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ നല്ല നാരോ ആയിട്ടുള്ള ഇന്റർ നോഡ്, അടുത്ത നോഡിൽ നിന്ന് നോക്കി ഇവിടെ ലീഫ് ബഡ്സിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സിന്റെ ഫോർമേഷൻസ് ഉണ്ടാവും. പിന്നെ വീണ്ടും ചെറിയൊരു നോഡ്, അടുത്ത് വീണ്ടും ഇവിടെ ഒരു റിലേ പോലെയാണ് സംഭവം എന്ന് പറയുന്നത്. യെസ്, അടുത്ത് വീണ്ടും ഇവിടെ നോക്കിക്കോ. അതാണ് റണ്ണർ എന്ന് വിളിക്കാനുള്ള കാരണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിലേ. ദാറ്റ്സ് നമ്മൾ റിലേയിൽ എങ്ങനെ ഓടിയിട്ട് പോവും. നമ്മൾ എന്ത് ചെയ്യും, റിലേ നമ്മൾ കൊടുക്കുന്നത്, നിങ്ങൾ എന്താ വിളിക്കുന്ന വടിയോ, റിലേയിൽ കൊടുക്കുന്ന ആ ബാൻഡിനെ നമ്മൾ നെക്സ്റ്റ് ആക്കി കൊടുക്കും. അയാൾ വീണ്ടും നെക്സ്റ്റ് ആൾക്ക് കൈമാറുന്നതാണ്. അപ്പൊ ഇവിടെ സിമിലർ ആയിട്ട് നോക്കി, ഇയാൾ ഓടുന്നു, ഇയാൾ കൊടുക്കുന്നു, ഇവിടെ ഇയാൾ നിലത്ത് ഫിക്സ് ചെയ്യുന്നു. അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ ഫോർമേഷൻ ഉണ്ടായിട്ട് വീണ്ടും അവിടെ പോകുന്നു, മണ്ണിൽ തട്ടുന്ന സ്ഥലത്ത് വീണ്ടും നിലത്തിൽ ടച്ച് ചെയ്യുന്നു, അവിടെ റോസറ്റയുടെ ഫോർമേഷൻ ഉണ്ടാകുന്നു. എഗെയിൻ ഇതാണ് റണ്ണറിന്റെ കേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് സൈനോഡോൺ ഡാക്റ്റിലോൺ. ഇനി റണ്ണർ പഠിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരാളാണ് ഓഫ്സെറ്റ്. റണ്ണർ ഓഫ്സെറ്റ് നമ്മൾ എപ്പോഴും ഒപ്പം പഠിക്കണം, റണ്ണർ ഓഫ്സെറ്റും. കാരണം ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഫ്സെറ്റിന്റെ കേസിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ വാട്ടർ ഹയാസിന്ത്. ഓഫ്സെറ്റിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത് വാട്ടർ ഹയാസിന്ത്. ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഓഫ്സെറ്റ്. ഓഫ്സെറ്റിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ മതി ഈ വാട്ടർ ഹയാസിന്റെ കേസ്. ഇവിടെ നോക്കിയേ, ഓക്സാലിസ് എന്ന് പറഞ്ഞ ടെറസ്ട്രിയൽ. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഹയാസിന്റ് എവിടെ കാണുന്നത്? നമുക്കറിയാം അക്വാട്ടിക്കിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അക്വാട്ടിക്കിലാണ് കാണുന്നത്. എവിടെ കാണുന്നത്? അക്വാട്ടിക്കില്. അപ്പൊ ഇവിടെ നോക്കിക്കേ, വാട്ടർ ഹയാസിന്റെ അക്വാട്ടിക്കിൽ കാണുകയാണെങ്കിൽ അയാളുടെ ഇന്റർനോഡ് എന്ന് പറയുന്നത് ഇവിടെ കമ്പാരിറ്റീവ്ലി ലോങ് ആയിരുന്നു, അതേപോലെ എന്തായിരുന്നു, തിൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇന്റർലോങ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി തിക്കനാണ്. ഇന്റർനോഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ്? തിക്കനാണ്. തിക്കനായിട്ട് നോക്കിക്കേ, ഇവിടുന്ന് റോസറ്റയുടെ ഫോർമേഷൻസ്, അടിയിലേക്ക് റൂട്ട്, പിന്നെ ഇവിടുന്ന് വീണ്ടും ഇന്റർനോഡ്, വീണ്ടും ഇവിടുന്ന് റോസറ്റ്, മീറ്റർ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ വരും. ഇവിടുന്ന് വീണ്ടും അടുത്ത റോസറ്റ്, ഇവിടുന്ന് അടുത്ത റൂട്ട്സ്, വീണ്ടും അടുത്ത റോസറ്റ്, വീണ്ടും അടുത്ത ലീവ്സ്, അതിന് റൂട്ടിന്റെ ഫോർമേഷൻ. ശ്രദ്ധിച്ചിരുന്നേ, ഇവിടെ ഇന്റർനോഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? വളരെ തിന്നായിട്ടുള്ള, അല്ലെ, വളരെ തിന്നായിട്ടുള്ള ഇന്റർനോഡ്സ് ഇവിടെ കണ്ട് ഇന്റർനോഡോ വളരെ തടിച്ചിട്ടുള്ള ഇന്റർനോഡ്, റപ്പായ ടൈപ്പാണ്, നല്ല തടിച്ചിട്ടുള്ള ഇന്റർനോഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ വളരെ തിന്നാണ്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓഫ്സെറ്റിന്റെയും റണ്ണറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് യു കം ഇൻ ടു ദ തേർഡ് വൺ. അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത് നമുക്കറിയുന്ന കേസ് ജിഞ്ചറിന്റെ കേസിൽ അല്ലെങ്കിൽ ടെർമറിക്കിന്റെ കേസിലേക്ക് നമ്മൾ കാണുന്നത് ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ് മോഡിഫിക്കേഷൻസ് ആണ്? നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് മുമ്പ് പഠിച്ച ഒരാളുണ്ട്, നിങ്ങൾ ഓർക്കുന്നോ? ദാറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് റൈസോം. ഏതാ വിളിക്കുന്നത്? റൈസോം. ജിഞ്ചറിന്റെ കേസിൽ റൈസോമിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ജിഞ്ചർ ആൻഡ് ടെർമറിക്, അല്ലെ? ജിഞ്ചർ ആൻഡ് ടെർമറിക്. നോഡ് ഉണ്ട്, ഇന്റർനോഡ്സ് പ്രസന്റ് ആണ്. നമ്മൾ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിട്ട് കണക്കാക്കാനുള്ള കാരണം തന്നെ നമ്മൾ ഇത് ചാപ്റ്റർ ഓഫ് ഇതിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന മോർഫോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം ആ ജിഞ്ചറിന്റെ മോള് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഏതൊക്കെ കാണാൻ പറ്റും? സ്കെയിലി ലീഫ് പ്രസന്റ് ആണ്, ദെൻ ഇന്റർനോഡ് പ്രസന്റ് ആണ്, നോഡ് പ്രസന്റ് ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നോഡ്, ഇന്റർനോഡ്, സ്കെയിലി ലീഫ് പ്രസന്റ് ആണെങ്കിൽ സ്റ്റെം ആണ്. അതുകൊണ്ട് അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ജിഞ്ചർ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് റൈസോം ആണ് അവിടെ കാണുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആക്ച്വലി റൈസോം ആണ്. ഫൈൻ വി ഹാവ് മോർ സ്ട്രക്ചർ ടു ഡിസ്കസ്. കുറച്ചും കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അതിനൊന്ന് റിവൈൻഡ് ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. ശ്രദ്ധിച്ചിരിക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ, നമ്മുടെ ട്യൂബറിന്റെ കേസ്. ട്യൂബറിന്റെ എക്സാമ്പിൾ ആണ് ഏത്? പൊട്ടാറ്റോ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ട്യൂബർ, അല്ലെ? പൊട്ടാറ്റോ ട്യൂബർ എന്ന് പറയുന്നത് സ്റ്റെം ആണോ റൂട്ട് ആണോ? ഏതാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. പൊട്ടാറ്റോ ട്യൂബർ ഇസ് ആക്ച്വലി അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. നമ്മളൊരു പൊട്ടാറ്റോയുടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് സം പ്ലേസസ് വി ക്യാൻ സീ സം ഡിപ്രഷൻ വിൽ ബി ഫോംഡ് ആൻഡ് ദർ വിൽ ബി എ ബ്ലാക്ക് ഐ ഓഫ് പൊട്ടാറ്റോ. ഹാവ് യു സീൻ ഇറ്റ്? പൊട്ടാറ്റോയുടെ അവിടെ ഒരു ബ്ലാക്ക് ഐ കാണാം, അതിനിടയിൽ ചെറിയ എന്ത് കാണാൻ പറ്റും? ചെറിയ ഒരു എന്തുണ്ടാവും? അതിന് മുകളിൽ സ്കെയിലി ലീഫും പ്രസന്റ് ആണ്. ഈ ബ്ലാക്ക് ഐനാണ് നമ്മൾ ബഡ് ഓഫ് പൊട്ടാറ്റോ. അവിടെ നിന്നിട്ടാണ് പുതിയ എന്തുണ്ടാകുന്നത്? പൊട്ടാറ്റോയുടെ ഫോർമേഷൻസ് ഉണ്ടാകുന്നത്, പുതിയ സീഡ്ലിങ്സ് ഉണ്ടാകുന്നത്. എവിടെ നിന്നാണ്? ഈ ഐ ഓഫ് പൊട്ടാറ്റോ എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നിട്ടാണ്. അത് ആ ബഡ് എന്ന് പറയുന്നത് ഒരു കറുത്ത പുള്ളി കാണാം. അതിനടിയിലായിട്ട് ചെറിയൊരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു കുണ്ട് പോലെ സ്ഥലങ്ങൾ കാണാം. സോ ദാറ്റ് ഈസ് ബേസിക്കലി ട്യൂബറിന് എക്സാമ്പിൾ ആണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് a fifth one we can see, we have studied bulbil. ആരുടെ കേസിൽ നമ്മൾ ബൾബിൽ കണ്ടിരിക്കുന്നത്? ഇൻ കേസ് ഓഫ് agave. ബൾബിലൂടെ കണ്ടിരിക്കുന്നത് ഇൻ കേസ് ഓഫ് agave. ഇനി സിക്സ്ത് ആയിട്ട് ബൾബ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ കേസ് ഓഫ് ഓണിയൻ ആൻഡ് ഗാർലിക്, അല്ലെ? ഓണിയന്റെ കേസിലും ഗാർലിക്കിന്റെ കേസിലും വാട്ട് വി ഹാവ് ഫൗണ്ട് ഇസ് ആക്ച്വലി ഏത് ടൈപ്പാ ബൾബ് എന്ന് പറയുന്ന ഒനിയൻ ആൻഡ് ഗാർലിക് ഏതാ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ബൾബാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ കാണുന്ന ബൾബല്ല. ഓക്കെ,
വീട്ടിൽ കാണുന്ന ബൾബ് എല്ലാം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എന്താ? സ്ട്രക്ചർ ഇങ്ങനെ റൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് അല്ലെങ്കിൽ ഒരു ബൾബ് പോലെയല്ല നമ്മളെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും CFL അല്ല, മറ്റേ ബൾബ്, നമ്മുടെ പഴയ റെസിസ്റ്റൻസ് കൂടിയ ടൈപ്പ് ബൾബ്, 100 വാട്ടിന്റെ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, സിമിലർ ആയിട്ട് നെക്സ്റ്റ് 7th എന്ന് പറയുന്നത് വി ഹാവ് ഡിസ്കസ് ബ്രയോഫിലം എന്ന് പറയുന്ന ഒരു കേസ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ബ്രയോഫിലം എന്ന് പറഞ്ഞൊരു ലീഫാണ് ശരിക്കും. യു മൈറ്റ് ഹാവ് നോ ദാറ്റ്. ബ്രയോഫിലം എന്ന് പറയുന്ന കേസ് അല്ലെ, സിമ്പിൾ ലീഫ്. ഞാൻ സിമ്പിൾ ലീഫിനെ കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം, ഒരു സിമ്പിൾ ലീഫിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ലീഫിന്റെ ഓരോ ഏരിയയിലും നമുക്ക് ഒരു ചെറിയ ഡിപ്രഷൻസ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും. സ്മോൾ ഡിപ്രഷൻ വിൽ ബി ഫോംഡ്. ചില സ്പേസിലായിട്ട് സ്മോൾ ഡിപ്രഷൻ വിൽ ബി ഫോംഡ്. യു ക്യാൻ സീ ഹിയർ അല്ലെ. ആടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റൂട്ടിന്റെ ഫോർമേഷൻസും ഒരു ചെറിയൊരു പുതിയ ചെടിയുടെ ഫോർമേഷൻസും ഉണ്ടാവും. ഇങ്ങനെ അടിയിലേക്കായിട്ട് ഒരു അഡ്വന്റേഷ്യസ് റൂട്ടും, അടിയിലേക്കായിട്ട് ഇങ്ങനെ അഡ്വന്റേഷ്യസ് റൂട്ടും, okay, this type of leaf is actually known as bryophyllum. ഇപ്പൊ ബ്രയോഫിലത്തിൽ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഉദ്ദേശിച്ചാൽ ഈ ഒരു പോർഷൻ ജസ്റ്റ് അങ്ങ് ഡിറ്റാച്ച് ചെയ്യും. ഇവിടെ ജസ്റ്റ് അങ്ങ് ഡിറ്റാച്ച് ചെയ്ത് പോകും. ഡിറ്റാച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ ഇയാൾ വരുമ്പോൾ ഇയാളുടെ എന്താണ്? ഇത് ഇയാളുടെ റൂട്ടാണ്. ഏത് ടൈപ്പ് റൂട്ടാ? അഡ്വന്റേഷ്യസ് റൂട്ടാണ്. അപ്പൊ നേരെ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാല് ആ മണ്ണിൽ കുത്തിയിട്ട് പുതിയൊരു പ്ലാന്റിന്റെ ഫോർമേഷൻ ഉണ്ടാവും. ഇതാണ് കേസ് ഓഫ് ബ്രയോഫിലം എന്ന് പറയുന്നത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾമോസ്റ്റ് ഓൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഒരുപാട്, ഇപ്പൊ ബഡിങ് ഉണ്ടാകുമ്പോൾ ഒരാൾ നിന്നിട്ട് ഒരുപാട് ബഡിങ്ങിന്റെ ഫോർമേഷൻ ഉണ്ടാകാം അല്ലെ. ബഡിങ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ബഡിങ്ങിന്റെ ഫോർമേഷൻസ് ഉണ്ടാകും. അതേപോലെ റൈസോംസിന്റെ കേസ് ആണെങ്കിൽ ഒരുപാട് പ്രൊപ്പിക്യൂൾസിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്, ഒരുപാട് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മോർ ഫാസ്റ്റർ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻസിലെ മൾട്ടിപ്ലിക്കേഷൻ ലെസ് കോംപ്ലക്സ് ആണ്, അതുപോലെ കൂടുതൽ ഫാസ്റ്റർ ആണ്, സമയം കുറച്ചെടുക്കുള്ളൂ. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല ടെറർ ഓഫ് ബംഗാൾ ആരാണ്? ആരാ ഈ ബംഗാളിലെ തീവ്രവാദി എന്ന് പറയുന്നത്? ടെറർ ഓഫ് ബംഗാൾ ആരാ? ടെറർ ഓഫ് ബംഗാൾ ആരാണ്? വാട്ടർ ഹയാസിന്ത് അല്ലെ. വാട്ടർ ഹയാസിന്ത് നമ്മള് ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ത് കണ്ടിട്ടാന്നറിയാം? അയാളുടെ ഫ്ലവർ കണ്ടിട്ട് അട്രാക്ട് ചെയ്തിട്ട്, ദ ബ്യൂട്ടി ഓഫ് ഫ്ലവർ ആൻഡ് ലീഫിന്റെ ഷേപ്പ്. അപ്പൊ ഇയാളുടെ ലീഫിന്റെ ഷേപ്പും ഫ്ലവറിന്റെ ബ്യൂട്ടിയും കണ്ടിട്ട് നമ്മൾ വാട്ടർ ഹയാസിന്തിനെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലായത് നമ്മുടെ ഈ ബംഗാൾ ഏരിയയിൽ, നമുക്കറിയാം ബംഗാൾ കടലെടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ട്രേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഏരിയാസ് ആണ് ഈ വെസ്റ്റ് ബംഗാളിന്റെ റീജിയൻസിലുള്ള ബംഗാൾ കടലെടുക്ക്. അതുപോലെ നമ്മുടെ ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്ന് പറയുന്നത് കൊച്ചി. അതുപോലെ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ 2-3 പോർട്ടുകളുണ്ട്. അതുപോലെ തൂത്തിക്കോറിൻ നമ്മുടെ ചെന്നൈയിലൊക്കെ ട്രേഡുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ അവിടെ നോക്കുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ അടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ പുഴയിൽ മാക്സിമം വാട്ടർ ഹയാസിന്തിന്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. വാട്ടർ ഹയാസിന്തിന്റെ ഫ്ലവറിന്റെയും ലീഫിന്റെ സ്ട്രക്ചറും കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ എന്തായിട്ട് മാറി? നമുക്കൊരു പ്രശ്നമായിട്ട് മാറി, നമ്മുടെ ഒരു ഭീകരവാദിയായിട്ട് മാറി, ടെറർ ഓഫ് ബംഗാൾ ആയിട്ട് മാറി. ബംഗാൾ ഒരു കടലെടുക്കല് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൽ കൂടുതലായിട്ട് ഇത് പ്രസന്റ് ആണ്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. ക്ലിയർ? അപ്പൊ അതിന് നമ്മൾ വീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിംഗ് ഇറ്റ് ഈസ് ആസ് വീഡ്. വീഡ് എന്ന് പറഞ്ഞാൽ എന്താ? എനി അൺവാണ്ടഡ് പ്ലാന്റിനാണ് നമ്മൾ വീഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ടെറർ ഓഫ് ബംഗാൾ is basically considered as a weed. Okay, so with this we have completed the section of asexual reproduction. Asexual reproduction section നമ്മൾ complete ചെയ്തു. Okay, now we have to discuss about the section that is sexual reproduction. അതിന്റെ concept ആണ് sexual reproductions. അപ്പൊ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷൻ ബേസ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ട് നമ്മൾ എടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വലി the number of parents involved ആണ്. 2 parents involved ആണെങ്കിൽ we have considered that one is sexual reproduction അല്ലെ. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ 2 parents involved ആണ്. 2 parents are involved here and one is a male parent and another one is a female parent അല്ലെ. Here the male parent will be producing the male gamete. Male parent male gamete നെ പ്രൊഡ്യൂസ് ചെയ്യും. ബേസിക്കലി നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെർം എന്ന് പറയും. ആ ഗാമീറ്റിനെ ഫോം ചെയ്യും. ഫീമെയിൽ ഗാമീറ്റ്സ് ആണെങ്കിൽ പ്രൊഡ്യൂസസ് വാട്ട്? അതിന്റെ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും.
ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ജോയിൻ ചെയ്തിട്ട് ദ റിസൾട്ട് ദ ഫോർമേഷൻ ഓഫ് എ സൈഗോട്ടിന്റെ ഫോർമേഷൻസ് ഉണ്ടാവും. And the zygote is basically എന്താണ് diploid ആണ്, because the gamete will be haploid. ഫോം ചെയ്യുന്ന രണ്ട് ഗാമേറ്റുകൾ എന്താണ് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ സൈഗോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഡിപ്ലോയിഡ് ആണ്. അപ്പൊ എന്താ സെക്ഷൽ റീപ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫ്യൂഷൻ ഓഫ് എ മെയിൽ ആൻഡ് എ ഫീമെയിൽ ഗാമേറ്റ്സ് ആൻഡ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് എ സൈഗോട്ടിന്റെ ഫോർമേഷൻസ് ഉണ്ടാകുന്നു, ആൻഡ് വിച്ച് ഡെവലപ്ഡ് ഇൻ ടു എ ന്യൂ ഇൻഡിവിജ്വൽ. ഇയാൾ ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു പുതിയ ഇൻഡിവിജ്വലിന്റെ ഫോർമേഷൻസ് ഉണ്ടാകും. എന്തുണ്ടാകും? ഒരു പുതിയ ഇൻഡിവിജ്വലിന്റെ ഫോർമേഷൻസ് ഉണ്ടാകും. രണ്ട് ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടന്നിട്ട് ഒരു സൈഗോട്ട് പുതിയൊരു ഇൻഡിവിജ്വലിന്റെ ഫോർമേഷൻസ് ഉണ്ടാകും. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ അസെക്ഷലും സെക്ഷലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹിയർ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അത്ര ഈസി അല്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഭയങ്കര ഈസി അല്ലേ? സെല്ല് വരുന്നു വെറുതെ രണ്ടായിട്ടും മുറിയുന്നു. സെല്ല് വരുന്നു വെറുതെ രണ്ടായിട്ടോ മൂന്നായിട്ടൊക്കെ മുറിയാം. റീപ്രൊഡക്ഷൻ ആണ്. ഇവിടെ അത്ര ഈസി അല്ല. ഇതെന്താണ്? കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് ആണ് ആൻഡ് സ്ലോ പ്രോസസ് ആണ്. എന്താണ്? സ്ലോ പ്രോസസ് ആണ്. ആൻഡ് ഹിയർ ദ തിങ് ഇസ് ദാറ്റ് there will be variation. It shows, അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് it shows variation from their parents. അതിന്റെ പാരന്റ്സിൽ നിന്നിട്ട് എന്ത് ചെയ്യും? വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷോസ് വേരിയേഷൻ എമംഗ് ദംസെൽവ്സ്. അതിനിടയിൽ എന്തുണ്ട്? വേരിയേഷൻസ് ഉണ്ട്. ഷോസ് വേരിയേഷൻ എമംഗ് ദംസെൽവ്സ്. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഒരു പക്ഷേ രണ്ട് ഇൻഡിവിജ്വൽ ആണ് ഒപ്പം ഫോം ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് ഇൻഡിവിജ്വൽസ് എന്താണ്? ഡിഫറെന്റ് ആണ്. ഒരേപോലെ ഇല്ല, ഡിഫറെന്റ് ആണ്. വിച്ച് മീൻസ് ദ ഷോസ് വേരിയേഷൻ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ എന്ത് പ്രസന്റ് ആണ്? വേരിയേഷൻ പ്രസന്റ് ആണ്. അസെക്ഷൽ ആണെങ്കിലോ ദേ ആർ മോർഫോളജിക്കലി അനാറ്റമിക്കലി സെയിം ആണ്. സോ ദാറ്റ്സ് വൈ ബേസിക്കലി അത് നമ്മൾ വിളിച്ചത് എന്താണ്? ക്ലോൺസ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. സോ ദിസ് ഇസ് ഇറ്റ്. ഞാൻ അപ്പൊ ഏതൊരു ഇൻഡിവിജ്വൽ നമ്മൾ കൺസിഡർ ചെയ്തത് അയാള് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോത്തിൽ ഓരോ ഫേസിൽ റീപ്രൊഡക്ഷൻ ഫേസ് അറ്റൈൻ ചെയ്യുന്നില്ല. ഒരാള് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽ ആയിക്കോട്ടെ, റീപ്രൊഡക്ഷൻ സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ദേ ഹാവ് ടു അണ്ടർഗോ സർട്ടൈൻ ഗ്രോത്ത് ഫേസസ് അല്ലെ? കുറച്ച് ഗ്രോത്ത് ഫേസിലൂടെ അവർക്ക് പോകണം. ഒരാൾ റീപ്രൊഡക്ഷൻ ഫേസ് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫേസ് അയാൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. നമ്മൾ ആ ഒരു ഫേസിൽ നമ്മൾ വിളിക്കുന്നത് ജുവനൈൽ ഫേസ്. ജുവനൈൽ ഫേസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ജുവനൈൽ ഫേസ്. നമുക്ക് ജുവനൈൽ ഫേസ് നമുക്ക് കേട്ട് പരിചയമുള്ള ജുവനൈൽ ഹോം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തിനാ ജുവനൈൽ ഹോം ഒക്കെ? നമ്മുടെ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ പിള്ളേരൊക്കെ പ്രായപൂർത്തിയാകാത്തവരൊക്കെ ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ കാലങ്ങളിൽ അത് കൂടുതലാണ്. പണ്ടത്തെ പോലെയല്ല. ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായങ്ങളിൽ തന്നെ അത് കൂടി വരുന്നതാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയാസിലേക്ക് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന ക്രൈംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ക്രൈംസിന്റെ റേറ്റ് കൂടുതലാണ്. പക്ഷെ റേറ്റ് മാത്രമല്ല, അതിന്റെ ഒരു പ്രാക്ടീസിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു അക്യൂസിഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ എന്താണ്? കൂടുതലാണ്. മീൻസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പാണ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുന്നത് തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേയിലാണ് ക്രൈമുകൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് ഒരു മെന്റാലിറ്റി, ഒരു സൈക്കോ പാത്തുകളായിട്ട് പലരും മാറുന്നതാണ്. സോ ബേസിക്കലി അത് സ്റ്റുഡന്റ്, അത് ചെറിയ ആൾക്കാരും ചെറിയ ഏജിലുള്ള പീപ്പിൾസിനെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കാണ് ജുവനൈൽ ഹോംസുകൾ കൊടുക്കാറുള്ളത്, ജുവനൈൽ കസ്റ്റഡിയിൽ വെക്കുന്നത്. സിമിലർ ആയിട്ട് നമ്മൾ ജുവനൈൽ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് അഡോളസന്റ് പീരീഡിന് മുമ്പ് അല്ലെ? ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഏജ് എത്തുന്നതിന് മുമ്പുള്ള പീരീഡിനെ, ആ ഗ്രോത്ത് ഫേസിനെ നമുക്ക് ജുവനൈൽ ഫേസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിനെ ജുവനൈൽ എന്ന് വിളിക്കുക. നമ്മൾ അതിനെ വിളിക്കും വെജിറ്റേറ്റീവ് ഫേസ്. വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയും. ഓക്കെ, either it is juvenile phase or otherwise it is known as what? Vegetative phase. അപ്പൊ ഒരാള് ജുവനൈൽ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അയാള് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, റീപ്രൊഡക്റ്ററി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. റീപ്രൊഡക്റ്ററി ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലാന്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വെജിറ്റേറ്റീവ് ഫേസ്, ഇഫ് ഇറ്റ് ഈസ് റീച്ചിങ് അറ്റ് റീപ്രൊഡക്റ്റീവ് ഫേസ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബൈ ഫ്ലവറിംഗ് അല്ലെ? ഫ്ലവറിംഗ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ജുവനൈൽ ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏത് ഫേസ് തുടങ്ങിയിട്ടുണ്ട്? റീപ്രൊഡക്റ്ററി ഫേസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജുവനൈൽ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റീപ്രൊഡക്റ്ററി ഫേസ് തുടങ്ങിയിട്ടുണ്ട്. when the flower starts producing what? when the plants start producing what? ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഫ്ലവർ ഇസ് ആക്ച്വലി നോൺ ആസ് വാട്ട്? റീപ്രൊഡക്റ്ററി സ്ട്രക്ചർ. ഓൾ അതേഴ്സ് ആർ നോൺ ആസ് വാട്ട്? ആക്സസറി സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം എങ്ങനെ? യെസ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം.
ഇനി ഫ്ലവറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലവർ നോക്കുന്ന സമയത്ത് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേ സീസണിലാണ് ഫ്ലവറിങ് നടക്കുന്നത്. ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഫ്ലവർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സീസണൽ ആയിട്ടാണ് അധികം പേര് നമ്മൾ കണ്ടിട്ടുള്ളത് ഫ്ലവർ ചെയ്യുന്നത് അല്ലെ. ചിലപ്പം ആനുവൽ ആയിരിക്കാം. അപ്പൊ ആനുവൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ബൈനിയൽ ആയിരിക്കാം. യു മേ സീ ദ ആനുവൽ പ്ലാന്റ്സിന്റെ കേസിൽ എന്താ ആനുവൽ എന്ന് പറയുന്നത് ഇഫ് ദേ ആർ ഫ്ലവറിംഗ് ഫോർ എ സീസൺ. ഇപ്പൊ ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ സീസൺ, ഇപ്പൊ ഒരു 3 മാസ സീസണോ 4 മാസ സീസണോ മേ ബി ഒരു വർഷം ആയിക്കോട്ടെ, ഒരു സീസണാണ് ആനുവൽ എന്ന് പറയുന്നത്. വർഷത്തിനാണ് നമ്മൾ പറയാറുള്ളത്, പക്ഷെ നമ്മൾ ഒരു സീസണാണ് അത് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായി? ഒരു സീസൺ. ഇപ്പൊ നമ്മൾ റൈസ് പ്ലാന്റ് ഗ്രോ ചെയ്തു 3 മുതൽ 4 മാസമാണ്. 4 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്ലവർ ചെയ്യും. ഫ്ലവർ കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെ ഫോർമേഷൻ ഉണ്ടാവും. അപ്പൊ അതോടെ നമ്മൾ എന്ത് ചെയ്യും? ഹാർവെസ്റ്റ് ചെയ്യും. അപ്പൊ ഹാർവെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു സീസൺ കഴിഞ്ഞു, ഈ പ്ലാന്റ് കഴിഞ്ഞു, പിന്നെ തീർന്നു. പിന്നെ അടുത്ത സീസണിൽ വീണ്ടും എന്ത് ചെയ്യണം? അത് നമ്മൾ വീണ്ടും പ്ലാന്റ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റിന് ആനുവൽ പ്ലാന്റ്സ്. അപ്പൊ ആനുവൽ പ്ലാന്റ്സിൽ വളരെ കൃത്യമായിട്ട് ഏത് വരെയാണ് വെജിറ്റേറ്റീവ് ഫേസ് എന്നും ഏത് ഫേസിലാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്താൽ റീപ്രൊഡക്റ്റീവ്, അതിന് മുമ്പുള്ളതൊക്കെ വെജിറ്റേറ്റീവ്, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇത് തന്നെയാണ് ദ കേസ് ഓഫ് ബൈനിയൽ പ്ലാന്റ്സ്. Now tell me what is biennial plants? Bi means രണ്ട് അല്ലെ. അപ്പൊ ബൈനിയൽ പ്ലാന്റ്സിന്റെ കേസിൽ ഇത് ടേക്സ് 2 years. അതിന്റെ ടോട്ടൽ ഗ്രോത്ത് ആക്ടിവിറ്റി നടക്കുന്ന 2 വർഷം കൊണ്ടാണ്. ആ 2 വർഷത്തില് ഫസ്റ്റ് ഇയറിൽ നോക്കുക, കംപ്ലീറ്റ് അതിന്റെ ഗ്രോത്ത് അത് ഫിനിഷ് ചെയ്യും. അതിന്റെ വെജിറ്റേറ്റീവ് ഫേസിന് എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ജുവനൈൽ ഫേസിന് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫസ്റ്റ് ഇയറിൽ അത് ഗ്രോ ചെയ്യും, എന്നിട്ട് വെജിറ്റേറ്റീവ് ഫേസ് അറ്റൻഡ് ചെയ്യും. സെക്കൻഡ് ഇയർ ആകുന്ന സമയത്താണ് സെക്കൻഡ് ഇയറിന്റെ എൻഡിങ്ങിൽ അതിന്റെ ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ഫ്ലവർ ഫ്രൂട്ട് ആകുന്നതും നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നതും അതോടെ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ഡൈ ആകുന്നു. അപ്പൊ ഇവിടെയും വളരെ ക്ലിയർ ആയിട്ട് ബൈനിയൽ പ്ലാന്റ്സിന്റെ കേസിലും വി ക്യാൻ പ്രെഡിക്റ്റ് ഏതാണ് ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ ഏതാണ് വെജിറ്റേറ്റീവ് ഫേസ്, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുന്നത് പറയാൻ പറ്റും. പറയാൻ പറ്റൂലേ? യെസ്, വി ക്യാൻ സേ ദാറ്റ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന ആളുണ്ട്. ഏതാ മൂന്നാമതായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്? യെസ്, പെരിനിയൽ ടൈപ്പ്. ഈ കേസിൽ നമ്മൾ ആകെ പരാജയപ്പെടും. പെരിനിയൽ ടൈപ്പിലെ കേസിൽ നമ്മോട് ഒരാൾ ഈസി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വെജിറ്റേറ്റീവ് ഫേസ് ഏതാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. എന്തുകൊണ്ടാ? ഈ പ്ലാന്റുകൾ അതിന്റെ ലൈഫിന്റെ സമയത്ത് ഫ്ലവർ മോർ ദാൻ 1 ടൈം ഇൻ ദർ ലൈഫ് സൈക്കിളിന്റെ സമയത്ത് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യും? ഫ്ലവറിംഗ് നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫ്ലവർ ഉണ്ടാകുന്നത്, ഫ്രൂട്ട് ഉണ്ടാകുന്നത്, നമ്മൾ എന്ത് ചെയ്യും? പോയിട്ട് ഫ്രൂട്ടിന് ഹാർവെസ്റ്റ് ചെയ്യുന്നു, ഭക്ഷിക്കുന്നു. പിന്നെ അടുത്ത സീസണിൽ വീണ്ടും ഫ്ലവർ ഉണ്ടാകുന്നു, വീണ്ടും ഫ്രൂട്ടിന്റെ ഫോർമേഷൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ദോസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഫ്ലവർ മോർ ദാൻ വൺസ് ഇൻ ദർ ലൈഫ് സൈക്കിൾ is actually known as what? Perennial type of flowers. They are known as what? Perennial type of plants എന്ന് പറയുന്നത്. Clear അല്ലേ? Yes. Now here we also have to notice that certain plants, ചില പ്ലാന്റ്സുകൾ they shows unusual kind of flowerings. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. Certain plants they shows unusual type of flowerings. Unusual ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാംബൂ പ്ലാന്റ്സിന്റെ കേസിൽ ബാംബൂ പ്ലാന്റ്സ്, when you consider the case of bamboo plants, ബാംബൂ അല്ലെ, ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ലീവ്സ് ഫോർ 50 to 100 ഇയേഴ്സ് ഒക്കെ ജീവിക്കുന്ന ഒരാളാണ് ബാംബൂ പ്ലാന്റ്സ്. 50 to 100 ഇയേഴ്സ് വരെ ജീവിക്കുന്ന ആളാണ് ബാംബൂ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ആക്ച്വലി ഫ്ലവർ ഓൺലി വൺസ് ഇൻ ലൈഫ് സൈക്കിളിൽ ഒരു തവണ മാത്രമാണ് ഇവർ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ലൈഫില് ഒരു തവണ മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഫ്ലവർ ചെയ്യുന്നത്. ഓൺലി എന്താണ്? വൺസ് ഇൻ ലൈഫ്. അതിന്റെ ലൈഫിൽ ഒറ്റ തവണയാണ്. പക്ഷെ 50 മുതൽ 100 വർഷം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. അപ്പൊ ഒരു തവണ എന്താ വെച്ച് കഴിഞ്ഞാല് ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സിന്റെ ഫോർമേഷൻ ഉണ്ടാവും, ലാർജ് നമ്പർ ഫ്ലവർ ഉണ്ടാവും, ലാർജ് നമ്പർ ഫ്രൂട്ടിന്റെ ഫോർമേഷൻസ് ഉണ്ടാവും, and after that it will get what? Die. It will get died. Clear? So the bamboo plants which shows unusual type of flowering where its life is expected to be 50 to 100 years and shows only it flower only once in their life. Life ഒരു തവണ മാത്രമേ ഫ്ലവറിംഗ് ചെയ്യുന്നുള്ളൂ. ലാർജ് നമ്പർ ഫ്ലവർ ഉണ്ടാവും, ലാർജ് നമ്പർ ഫ്രൂട്ട് ഉണ്ടാവും, ആൻഡ് ഫൈനലി ക്ലാസ് ഖത്തം, എന്തായിരുന്നു? മരിക്കുന്നു. ഓക്കെ. ഇനി മറ്റൊരാളാണ് ആര്? നമ്മുടെ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന ഒരാളുണ്ട്. സ്ട്രോബിലാന്തസ് കുന്തിയാന. യെസ്, ഇതാരാള്? നമ്മൾ വിളിക്കുന്ന നീലക്കൊടുവേലിയല്ല. ആരാണ്? നീലക്കുറിഞ്ഞി.
നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി ഓർക്കുന്നുണ്ടോ? ഈ നീലക്കുറിഞ്ഞി നമ്മൾ കാണുന്നത് നീലഗിരി ഹിൽസിൽ അല്ലെ. ബേസിക്കലി നീലഗിരി ഹിൽസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെയും കർണാടകയുടെയും കേരളത്തിന്റെയും ഒക്കെ ബോർഡറിൽ നീലക്കുറിഞ്ഞി ഫ്ലവേഴ്സുകൾ നമ്മൾ കാണാറുള്ളത്. ഏത് മാസം എന്ന് വെച്ച് കഴിഞ്ഞാല് സെപ്റ്റംബർ ഒക്ടോബർ സീസണിലാണ്. സെപ്റ്റംബർ ഒക്ടോബർ സീസണാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇറ്റ് ഫ്ലവർ ഓൺലി വൺസ് ഇൻ 12 years. 12 വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഫ്ലവറിംഗ് നടക്കുന്നത്. 12 വർഷത്തിൽ ഒരു തവണ മാത്രം ഫ്ലവറിംഗ് ആണ് സ്ട്രോബിലാന്തസ് കുന്തിയാന, ദാറ്റ് ഈസ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഏകദേശം തമിഴ്നാട്, കർണാടക, കേരളത്തിന്റെ ബോർഡറിൽ സെപ്റ്റംബർ ഒക്ടോബറിൽ നമുക്ക് 2000 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 2006 സെപ്റ്റംബർ ഒക്ടോബറിൽ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2018 സെപ്റ്റംബർ ഒക്ടോബറിൽ ഉണ്ടായിരുന്നു. 2018 സെപ്റ്റംബർ ഒക്ടോബറിൽ ഉണ്ടായിരുന്നു. കാരണം 12 വർഷം കഴിഞ്ഞു. സെപ്റ്റംബർ ഒക്ടോബറിൽ ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു 12 വർഷം കഴിഞ്ഞുണ്ടാവും. 2020 2030 ഉണ്ടാവും അല്ലെ. 2030 സെപ്റ്റംബർ ഒക്ടോബർ സീസൺ ആകുമ്പോൾ വീണ്ടും സ്ട്രോബിലാന്തസ് കുന്തിയാന ഫ്ലവർ ചെയ്യും. ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന സമയമാണ്. നീലഗിരി ഹിൽസിലേക്ക് ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയമാണ് ആ സമയം എന്ന് പറയുന്നത്. നല്ല ബ്ലൂ കളറിൽ, ഇതിന്റെ കളർ, ഫ്ലവറിന്റെ കളർ എന്ന് പറയുന്നതാണ് നല്ല ബ്ലൂ കളറാണ്. കംപ്ലീറ്റ് ബ്ലൂ കളറാണ്. നമ്മൾ പോയി കഴിഞ്ഞാല് ഫുള്ള് മലകൾ മുഴുവൻ ബ്ലൂ കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലൂടെ റൈഡ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നല്ലൊരു വ്യൂ ആയിരിക്കും. നിങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഭയങ്കര റൈഡിന് താല്പര്യമുള്ള ആൾക്കാരാണ് അല്ലെ, റൈഡേഴ്സ് ആണ് ഫുള്ള്. പക്ഷെ നല്ലതാണ്. നമ്മൾ ഓരോ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മൾ കാണുന്ന അനുഭൂതികൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പഠിച്ചത് ഡൽഹിയിലായിരുന്നു. ആ സമയത്ത് ഒരുപാട് യാത്രകൾ ചെയ്ത് നമ്മുടെ ഡൽഹിയുടെ അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരാഖണ്ഡ്, മസൂരി ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയി വളരെ നല്ല ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ള ഏകദേശം സംസ്ഥാനങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ നാഷണൽ ടൂറിന്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ ഭയങ്കര നിങ്ങൾ ചെയ്യുന്ന യാത്രകൾ എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. ലൈഫിൽ നിങ്ങൾ ഓർത്ത് നോക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ ബിഗസ്റ്റ് അസറ്റ് ഓഫ് യുവർ ലൈഫ്. നല്ല ഒരു അസറ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുന്നത്. സിമിലർ ആയിട്ട് നീലക്കുറിഞ്ഞൊക്കെ പൂക്കുന്ന കാണാന്ന് പറയുന്നത് 12 വർഷം ഒരു തവണ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. അത് 12 വർഷത്തിൽ ഒരു തവണ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. നമ്മളത് കാണണം. നമ്മൾ എല്ലാത്തിനെ കുറിച്ച് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെ ആൾക്കാരോടൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലത്ത് പോകുന്ന സമയത്ത് പീപ്പിൾസ് ആർ ലിവിംഗ് ലൈക്ക് ദിസ് അല്ലെ. ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സാഹചര്യങ്ങൾ മുഴുവൻ കിട്ടും. നമ്മൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർട്ടൈൻ കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ട്, കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് ഭയങ്കര അഹങ്കരിച്ച്, അതാണ് ലൈഫിൽ ഭയങ്കര അഹങ്കരിച്ചു പോകും. ഈ യാത്രകൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഭയങ്കര അഹങ്കാരം കുറവായിരിക്കും, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരിക്കും ആൾക്കാർ. കാരണം ഒരുപാട് ലോകങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ കാണുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുന്നുണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ അഹങ്കാരമൊക്കെ പൊതുവെ കുറയും. അഹങ്കാരം കുറയാന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പച്ച യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിച്ചു വരും. ഓക്കെ, ബൈ ദ വേ കം ടു ദി ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഒരു അൺയൂഷ്വൽ ഫ്ലവറിംഗ് എക്സാമ്പിൾ ആയിട്ട് കാണുന്ന ഒന്ന് ബാംബൂ പ്ലാന്റ്സ് ആണ്, മറ്റൊന്ന് സ്ട്രോബിലാന്തസ് കുന്തിയാന, അതായത് നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന കേസിൽ. ഓക്കെ, ഫൈൻ. ഓക്കെ ഡിയേഴ്സ്, അത് നമ്മൾ വി ഹാവ് സീൻ ഒരു പ്ലാന്റിന്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു കാര്യം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് an animal, how come we can understand they are reached in a reproductive phase? ആനിമൽസിന്റെ കേസിൽ ഒരാൾ റീപ്രൊഡക്റ്റീവ് ഫേസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കേസാണ്. ഓക്കെ, എനിവേ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ആനുവൽ, ബൈനിയൽ അല്ലെങ്കിൽ സീസണൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു. Now you tell me, birds in the case നമുക്കറിയാം egg lay ചെയ്യാറുണ്ട്. Birds usually lay eggs, and whether it is seasonal or continuous ആണ്. ബേർഡ്സിന്റെ കേസിൽ എഗ് ലേ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമാണ് എഗ് ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ദി ഇയറിൽ അവർ എഗ് ലേ ചെയ്യുന്നുണ്ടോ? So when you have observed this, you can find that naturally, അല്ലെങ്കിൽ സാധാരണ കാണുന്ന കണ്ടീഷൻസിൽ യൂഷ്വലി they are seasonal ആണ്. ബേസിക്കലി സീസണൽ ആയിട്ടാണ് അവർ എഗ് ലേ ചെയ്യുന്നത്. ദേ ആർ ആക്ച്വലി സീസണൽ ആണ്. പക്ഷെ സം കേസസ് നമ്മളെ പൗൾട്രി ഫാമിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹോർമോണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹോർമോണൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഇയറിൽ ആക്ച്വലി എഗ് ലേയിങ് ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് ബൈ ഹോർമോൺസ് ആക്ടിവിറ്റീസിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ട്. അതൊരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലെ. നമ്മുടെ ആവശ്യങ്ങൾക്ക്
അവിടെ ഹ്യൂമൻ ബീങ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. യു സി ഹിയർ ബേർഡ്സ് ആർ ബേസിക്കലി സീസണലാണ്. എനിവേ, അപ്പൊ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് ഒരു ആനിമൽ എത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അറിയാം ഏത് കേസ് വെച്ചിട്ടാണ്, പ്ലാസെന്റൽ ഫീമെയിൽസിനെ ബേസ്, ഫീമെയിൽ പ്ലാസെന്റൽ മാമൽസ് വിശ്വസിച്ചിരുന്നോ, ഫീമെയിൽ പ്ലാസെന്റൽ മാമൽസിൽ എന്ത് ചെയ്യും, they will exhibit, ഈ പ്ലാസെന്റൽ മാമൽസ് ഷോസ് എന്ത് കാണിക്കാൻ തുടങ്ങും, സം ചേഞ്ചസ് ഇൻ അല്ലെങ്കിൽ സൈക്ലിക്കൽ ആക്ടിവിറ്റീസ് ഇൻ, എന്താ കാണിക്കുന്നത്, ഷോ സം സൈക്ലിക്കൽ ആക്ടിവിറ്റീസ്, എന്തില് സൈക്ലിക്കൽ ആക്ടിവിറ്റീസ് എന്തിലാണ് നോക്കിക്കോ, ഇൻ ഓവറീസ്, സൈക്ലിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ഓവറീസ്, then accessory ducts and hormones of the reproductive tract. ക്ലിയർ? എന്താണ് ഓവറീസിന്റെ അല്ലെങ്കിൽ ആക്സസറി ഡക്റ്റിന്റെ അല്ലെങ്കിൽ എന്താണ് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഉണ്ടാകല്ലോ അല്ലെ, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇറ്റ് ഷോസ് സം കൈൻഡ് ഓഫ് ചേഞ്ചസ് ഇൻ അല്ലെങ്കിൽ സൈക്ലിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ഇതില് ഓവറീസ് ആൻഡ് ആക്സസറി ഡക്റ്റ് ആൻഡ് ഓൾസോ ഇൻ ദി ഹോർമോൺ ലെവൽ ഓഫ് ദി റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഹോർമോൺ ലെവൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ചില ചേഞ്ചസുകൾ പ്രസന്റ് ആണ്. ആ ഒരു ചേഞ്ചസ് ബേസ് ചെയ്തിട്ടാണ് വി കൻ അണ്ടർസ്റ്റാൻഡ് യെസ് എന്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്, റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ഒരു ആനിമൽ അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സൈക്ലിക്കൽ ചേഞ്ച് ബേസ് ചെയ്തിട്ടാണ്. And if you want to see that, നമുക്ക് അതിനെ ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ സൈക്ലിക്കൽ ചേഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കുക, ഒന്നാമത്തെ കേസിൽ ഇൻ കേസ് ഓഫ് നോൺ പ്രൈമാറ്റ്സ് ആണെങ്കിൽ, if you are considering the case of non-primate animals നമ്മൾ കൺസിഡർ ചെയ്യാം. ആരൊക്കെ എക്സാമ്പിൾസ്, it comes the cow, sheep, then a dog, then we consider horse, yes, then tiger, deer, etc. These are actually primate animals. അങ്ങനെയുള്ള primate animals നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് they will shows a kind of oestrus cycles. What kind of cycle is present? Oestrus cycle is present in this kind of animals. Oestrus cycles ആണ് അവർ കാണിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് പ്രൈമാറ്റ് ആനിമൽസിന്റെ, പ്രൈമാറ്റ് ഇതൊക്കെ ആരാണ്, ഫീമെയിൽസ് ആണ്, പ്ലാസെന്റൽ ഫീമെയിൽസ് ആണെന്ന് അറിയാലോ, പ്ലാസെന്റൽ ഫീമെയിൽ മാമൽസ് ആണ് നോൺ പ്രൈമാറ്റ്സും. അതുപോലെ തന്നെ പ്രൈമാറ്റ് ആനിമൽസിന്റെ കേസില് പ്രൈമാറ്റ് ആനിമൽസ് ആരൊക്കെ വരുന്നത്, പ്രധാനമായിട്ട് മങ്കി, apes and then human. അപ്പൊ ഇവരുടെ കേസിലാണെങ്കിൽ സൈക്കിൾ ഇസ് ആക്ച്വലി നോൺ ആസ് വാട്ട്, menstrual cycles എന്ന് പറയും, menstrual cycle. So the two kind of cycles are present. രണ്ട് kind of reproductive cycle present ആണ്. First one is oestrus cycle in case of non-primate animals, and whereas in case of primate animal the kind of cycle is known as what, menstrual cycles എന്നാണ് അത് അറിയപ്പെടാറുള്ളത്. ഇനി നമ്മൾ ബേസ് ചെയ്തു ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആനിമൽസ് ബ്രീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സീസണൽ ആയിട്ടാണോ നോൺ സീസണൽ ആയിട്ടാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടാണോ കണ്ടിന്യൂസ് ആയിട്ടാണോ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, സീസണൽ ആയിട്ടാണോ കണ്ടിന്യൂസ് ആയിട്ടാണോ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ബേസ്ഡ് ഓൺ their rate അല്ലെങ്കിൽ based on their breeding pattern എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടാണോ അല്ലെങ്കിൽ നോൺ കണ്ടിന്യൂസ് ആയിട്ടാണോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് നോക്കുക, സീസണൽ ബ്രീഡേഴ്സ്. ആനിമൽസിന്റെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, എന്താണ്, സീസണൽ ബ്രീഡേഴ്സ്. രണ്ടാമത്തതാണ് എന്ത്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയും. രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പായി ഇവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമതാണ് സീസണൽ ബ്രീഡേഴ്സ്, രണ്ടാമതാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. എന്ന് പറഞ്ഞാല് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള സീസണിൽ മാത്രം എന്ത് ചെയ്യും, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ പ്രസന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിനാണ് നമ്മൾ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. ആരാണ് സീസണൽ ബ്രീഡേഴ്സിന് എക്സാമ്പിൾ? സീസണൽ ബ്രീഡേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ നമ്മുടെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഏത് പൗൾട്രിയുടെ കേസൊക്കെ അല്ലെ, സീസണൽ ബ്രീഡേഴ്സ് ആണ്. ഇനി മറ്റു ടൈപ്പാണ് ഇത് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട്, ഫേവറബിൾ അൺഫേവറബിൾ ഇല്ല, ത്രൂ ഔട്ട് ആയിട്ട് ത്രൂ ഔട്ട് ദി ഇയർലി ഇഫ് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇസ് പ്രസന്റ് ദെൻ ദിസ് ഈസ് നോൺ ആസ് വാട്ട്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയും. ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, വീണ്ടും അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, ത്രൂ ഔട്ട് ദി ഇയർലി പ്രസന്റ് ആണ്.
അപ്പൊ അതിനാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. ഫേവറബിൾ സീസണിൽ മാത്രം പ്രസന്റ് ആണെങ്കിൽ സീസണൽ ബ്രീഡേഴ്സ് എന്നും ആൻഡ് ത്രൂ ഔട്ട് ദി ഇയർ പ്രസന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഈസിയാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു പോരുന്ന കൺസെപ്റ്റ് ആണ് ഇതൊക്കെ. പക്ഷെ ഇതുകൂടി ഒന്ന് ബേസിക് ക്ലിയർ ആക്കിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻസിന്റെ മെയിൻ ഇവന്റ്സിലോട്ടാണ് നമ്മൾ വരുന്നത്. വി ആർ എന്ററിംഗ് ഇൻ ടു ദ മെയിൻ ഇവന്റ്സ്. നോക്കുക, events in sexual reproductions. Events in sexual reproduction. Events in sexual reproduction. Let us see what are the events present here. ഏതൊക്കെയാണ് events എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് events നമുക്കറിയാം. ആദ്യം എന്ത് നടക്കണം? ഗാമറ്റോജെനിസിസ് ആണ്. ആദ്യം എന്ത് നടക്കേണ്ടത്? ഗാമറ്റോജെനിസിസ് ആണ്. What is gametogenesis? Gametogenesis is nothing but formation of a male and a female gamete. അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിന്റെ ഫോർമേഷൻസ് എന്നാണ്. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? ഗാമേറ്റിന്റെ ട്രാൻസ്ഫർ ആണ്. ദ സെക്കൻഡ് പ്രോസസ് ഈസ് ബേസിക്കലി ഗാമേറ്റ് ട്രാൻസ്ഫർ. ഒന്നാമത്തെ ഗാമറ്റോജെനിസിസ് ആണെങ്കിൽ രണ്ടാമത്തെ ഗാമേറ്റ് ട്രാൻസ്ഫർ ആണ്. ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമേറ്റ് ടുവേർഡ്സ് ദ ഫീമെയിൽ. അല്ലെ, മെയിലിനെ ഫീമെയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ആണ് എന്ത് ഗാമേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മൂന്നാമത് അതിന് ട്രാൻസ്ഫർ ചെയ്ത് ഒരേ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കും? ഫെർട്ടിലൈസേഷൻ. എന്ത് നടക്കുന്നത്? Fertilization of what? Male and female gamete. നടക്കുന്ന ഇവന്റ് ആണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്? ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. യു സി, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. എന്തിന്റെ ഫോർമേഷൻ ഉണ്ടാവും? സൈഗോട്ടിന്റെ ഫോർമേഷൻ. സൈഗോട്ട് ആണ് പിന്നീട് ഡെവലപ്പ് ചെയ്തത് എന്തായിട്ട് മാറുന്നത്? എംബ്രയോ ആയിട്ട് മാറുന്നത്. ദാറ്റ് ഇസ് ബേസിക്കലി നോൺ ആസ് വാട്ട്? എംബ്രയോജെനസിസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എംബ്രയോജെനസിസ്. അപ്പൊ ബേസിക്കലി ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഈവന്റ്സുകൾ എന്ന് പറയുന്നത് ഗാമറ്റോജെനസിസ്, ഗാമേറ്റിന്റെ ട്രാൻസ്ഫർ, ഫെർട്ടിലൈസേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, ഫൈനലി എംബ്രയോജെനസിസ്. ഇതിനെ നമുക്ക് 3 സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിന്റെ ഏറ്റവും ബേസ്, ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റേജിനെ, സെന്റർ സ്റ്റേജിനെ വി ആർ കൺസിഡറിംഗ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ്, ഫെർട്ടിലൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്താണ്? ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ വരുന്നത് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ഫ്യൂഷൻ ആണ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ വരുന്നത്. ഇതിന്റെ മുമ്പുള്ള 2 ഇവന്റ്സ്, അതായത് ഗാമറ്റോജെനസിസിനെയും ഗാമേറ്റ് ട്രാൻസ്ഫറിനെയും then we can consider എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്? ഇനി ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഈ 2 ഇവന്റ്സിന്, അതായത് ഈ ഫോർമേഷൻ, സൈഗോട്ടിന്റെ ഫോർമേഷൻസ്, ഫെർട്ടിലൈസേഷൻ നടന്നാലാണ് സൈഗോട്ടിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ എംബ്രയോജെനസിന്റെ ഫോർമേഷനും നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി നമ്മൾ ഇനി ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഈവന്റ്സിലെ ഫസ്റ്റ് ഇവന്റ് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സിലെ ഈ 2 കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതുപോലെ ഫെർട്ടിലൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ചേഞ്ചസുകളാണ് ഉണ്ടാകുന്നത്, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈസിയാണ്, നമുക്കിത് വളരെ അത്യാവശ്യമാണ്. കാരണം അടുത്ത ചാപ്റ്റർ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പ്രീ ഫെർട്ടിലൈസേഷനിലെ ചേഞ്ചസ് എന്താണ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലെ ചേഞ്ചസ് എന്താണ്, ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, എനിവേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വി ഹാവ് കംപ്ലീറ്റഡ് ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട്. അത് നമ്മൾ കുറച്ച് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസിൽ പോലും പലതവണ ചോദിച്ചിട്ടുണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ഞാൻ പറഞ്ഞ സ്പോഞ്ചസിന്റെ കേസ്, ഏത് ജെമ്യൂൾ ഫോർമേഷൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബൈഫ്ലജലേറ്റ് സൂസ്പോർസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. പെനിസിലിയത്തിന്റെ കേസിൽ കൊനീഡിയ വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ജുവനൈൽ ഫേസിന്റെ പ്ലാന്റിലാണെങ്കിൽ വെജിറ്റേറ്റീവ് എന്നും, വെജിറ്റേറ്റീവ് ഫേസിൽ നമ്മൾ സൈക്കിൾസിനുള്ള കാര്യം പറഞ്ഞു അല്ലെ. വെജിറ്റേറ്റീവ് ഫേസിൽ ഫ്ലവറിംഗിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അൺയൂഷ്വൽ ഫ്ലവറിംഗിൽ 2 എക്സാമ്പിൾസും പറഞ്ഞു, വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് വരും. അതുപോലെ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ജുവനൈൽ ഫേസ് ഇൻ കേസ് ഓഫ് ആനിമൽസിന്റെ ജുവനൈൽ ഫേസ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസ് എത്തി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ദീസ് ആർ ദ വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ ഫോർ യുവർ എക്സാമിനേഷൻസ്. ആ പോർഷൻസ് നന്നായിട്ട് ക്ലിയർ ആക്കി മാറ്റുക. സോ the continuation of this will be discussed in the next section of this video classes. So all the best and study very nicely. Okay, thank you.